ഹായ് എവരിവൺ. ബിടെക്കിൻ്റെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിതാ എത്തിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുമുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 11 തീയതി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ്. രാവിലെ 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആ കോളേജിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ശേഷമായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോളേജൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു ചാൻസാണ്, ഒരു അവസാനവട്ട ചാൻസാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ 3 എയ്ഡഡ് കോളേജുകളിലേക്കുമാണ് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ വഴി ബിടെക്കിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, കേപ്പ്, IHRD, LBS, CCE, SCT, കുസാറ്റ് ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന എല്ലാ വിദ്യാർത്ഥികളും NOC ഹാജരാക്കേണ്ടതാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കുന്ന മുറയ്ക്ക് തന്നെ ഫീസും കൊടുക്കേണ്ടതാണ്. ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പരിശോധിക്കുക. അതുപോലെ തന്നെ കീം റാങ്ക് ലിസ്റ്റ് മുഖേന അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. പുതുതായി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ചില ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ തന്നെ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും അഡ്മിഷൻ നേടി നല്ല ഒരു കരിയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല, ആരും മിസ്സാക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കോഴ്സും ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജും കിട്ടുന്ന ഒരു അവസരമായിരിക്കും ഇത്. അതുകൊണ്ട് ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.